നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പനീർ വെച്ച് ഉള്ള റെസിപ്പിയാണ് ചില്ലി പനീർ. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ചോറായാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പനീർ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇതിനായി നമ്മളിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. നേരെ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഡീപ് ഫ്രൈ ആണ് ചെയ്യുക. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു ബാറ്ററിൻ്റെ രൂപത്തിൽ ആക്കാം. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബാറ്റർ ഉണ്ടാക്കി ഇങ്ങനെ മിക്സ് ചെയ്താലും മതിയേ. അപ്പോൾ ഇനി നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് ബാക്കി കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പനീറൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചു, അത് ചൂടാക്കി. ഇനി ഇതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്നായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് സവാള, ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ചെറുതായിട്ട് കുത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കം പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു, ഒരു 3 പച്ചമുളകാണ് എടുത്തത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മളിനി ഇതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കിനി സോയ സോസ് വേണം, അതും 2 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഒഴിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കണം. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, കാരണം സോയ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. കുറച്ച് ഉപ്പിടുന്നുണ്ട്, കുറച്ച് മാത്രം മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തു, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ സ്പ്രിംഗ് ഓണിയൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ പനീർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പം വെജിറ്റേറിയൻസൊക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻസിന് മാത്രമൊന്നുമല്ല കേട്ടോ, നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ.